ചെറിയകാടൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നട്ട ചെണ്ടുമല്ലി തോട്ടത്തിൽ നമ്മൾ വിളവെടുക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പും ഓണം തുടങ്ങിയ സമയത്ത് തന്നെ കുറേ പൂ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓണം ആവുന്നതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓണത്തിനുള്ള പൂ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നട്ടത് കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. വൈകിയത് മാത്രമല്ല, ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴ എല്ലാവർക്കും അറിയാം. മഴ ആയതുകൊണ്ട് തന്നെ പൂ ഉണ്ടാകാനായിട്ട് കുറച്ച് വൈകിപ്പോയി. പറിച്ച് നടാനും വൈകിപ്പോയി. അതുപോലെ തന്നെ പറിച്ച് നട്ടതൊന്ന് വളർന്ന് കിട്ടാനും കുറച്ച് വെയിലിൻ്റെ ഒരു കുറവ് ചെടികൾക്ക് മൊത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പൂ ഉഷാറായിട്ട് ആയി മുട്ടൊക്കെ ആയി വരുന്നത് ഇപ്പോഴായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള കൂടാനും വിൽക്കാനുമുള്ള പൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലെ വളം തന്നെയാണ് ഇത് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ഗ്രീൻ ഗ്രാസിൻ്റെ വളം തന്നെ നമ്മുടെ കുളം പശുക്കളുടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മൂലങ്ങളടങ്ങിയ വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏറ്റവും പക്ഷേ ചെടി നല്ല ഗ്രോത്തിലാണ് വളർന്നിരിക്കുന്നത്. നമ്മുടെ ഒരു വിധത്തിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഈ ചെണ്ടുമല്ലി തോട്ടമൊക്കെ നടുമ്പം ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ രാസവളങ്ങളൊക്കെ എല്ലാം അടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു വളങ്ങളും അടിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ വളം മാത്രം ഇട്ടിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മേളിലുള്ള പൂമ്പാറ്റകളും ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ടർഫ്ലൈസൊക്കെ ഒത്തിരി പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രാണികളും ജീവികളും ചെറിയ ചെറിയ ഈച്ചകളും ഉറുമ്പും എല്ലാം ഇതിനകത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നും അടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. വേറെ ഒരു കീടനാശിനികളും അടിച്ചിട്ടില്ല, മറ്റൊന്നും നമ്മൾ ഉപദ്രവിച്ചിട്ടുമില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2 തരത്തിലുള്ള പൂക്കളാണ് ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ തൈ പാകി വെച്ച പൂക്കളാണ്. അതാണ് ഇപ്പം നമ്മൾ വിളവെടുക്കുന്നത്. ട്രെയിൽ നമ്മൾ തൈയായിട്ട് മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന് പാകിയതായിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ചെടികളൊക്കെ ഉയരത്തിൽ വളർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഇതിപ്പോൾ നമുക്കൊരു 4 അടി ഹൈറ്റിലോട്ടൊക്കെയാണ് ചെടി വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊരു സാധ്യത ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതാണ് ഒരു കുഴപ്പമുള്ളത്. പക്ഷേ നമ്മൾ വിത്ത് പാകിയ ചെടിയാണ് ഇപ്പോൾ കാണിക്കാം. വിത്ത് പാകി നമ്മൾ ഹൈബ്രിഡ് വിത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് നട്ട തൈകൾ അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ നട്ടേക്കുന്നത്. അതിനി കാണിക്കാം. അതിനൊരു വ്യത്യാസം എന്ന് പറയാം, അത് ഇത്രയും ഹൈറ്റൊന്നും ആയിട്ടില്ല. പക്ഷേ നല്ല രസകരമായ പൂ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പൂ നമുക്ക് ഇപ്പോൾ എടുക്കാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങിൽ നട്ട സമയത്തിന് ചെറിയൊരു പാളിച്ച പറ്റി. അതുകൊണ്ട് പൂവിന് ഒരു വളർച്ച എത്തിയിട്ടില്ല. എന്തായാലും നമ്മൾ ഓണം മാത്രമല്ലല്ലോ, ഓണം കഴിഞ്ഞാലും നമുക്ക് പൂ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുകൊണ്ട് ആ പൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ പൂ ഇപ്പം മുട്ടായിട്ടുണ്ട്, നമ്മളിത് കാണിച്ചു തരാം. ഇത് ഏതായാലും ഈ പൂവും നല്ല വലിപ്പമുള്ള പൂവാണ്. നമ്മൾ സാധാരണ ട്രെയിൽ നമ്മൾ മേടിച്ചു വെച്ച വിത്താണെങ്കിൽ പോലും നല്ല ഗ്രോത്താണ് വളർന്നേക്കുന്നതൊക്കെ. നമ്മൾ വളം മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിപ്പം ഒരു 60 ദിവസം കൊണ്ട് തന്നെ പൂവെല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, പൂമ്പാറ്റകളൊക്കെ എത്രയോ പൂമ്പാറ്റകളാണ് വന്ന് ഇരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് എത്ര വെറൈറ്റി പൂമ്പാറ്റകളൊക്കെ വന്ന് തേൻ വരാൻ വേണ്ടി വന്നിരിക്കുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത്രയും ഈച്ചകൾ വരുന്നുണ്ട്, തേനീച്ച വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു സാധനം അടിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിപ്പം ഓണമൊക്കെ ആകുന്ന സമയത്ത് പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന പൂക്കൾ നമ്മൾ മേടിക്കുമ്പോൾ ഒരു കുഴപ്പം, അതിനകത്ത് അടിക്കാത്തതായിട്ടൊന്നും ഉണ്ടായില്ല. എല്ലാ മരുന്നുകളും അടിച്ചു കയറ്റിയിട്ടാണ് അത്രയും വളർച്ചയും തൂക്കവും ഒക്കെ ആക്കിക്കൊണ്ടാണ് ആ പൂക്കൾ എത്തുന്നത്. പക്ഷേ ഇതിന് നമ്മളൊന്നും അടിക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പൂക്കൾ ഇടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ മറ്റേ വിഷം അടിച്ചതൊക്കെ നമ്മൾ പൂടുന്ന സമയത്ത് അറിയാം, കൈകൊണ്ടാണ് അതെല്ലാം എടുക്കുന്നത്. അതിനുശേഷം ഭക്ഷണം കഴിക്കും അതിനിടയ്ക്ക്. അതൊക്കെ എത്രത്തോളം വിഷം നമ്മുടെ ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓണമൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു 60 ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇത്തരം തൈകൾ കിട്ടുന്നുണ്ടെങ്കിൽ തൈകൾ പറിച്ചു വെക്കുകയോ അല്ലെങ്കിൽ വിത്തുകൾ കിട്ടുന്നുണ്ട്. വീട്ടുമുറ്റത്തൊരു ഗ്രോ ബാഗിൽ പോലും നമുക്ക് ഓണത്തിന് നടാനുള്ള വിത്ത് നമുക്ക് നടാൻ പറ്റും. നമുക്ക് ഒരു പൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് മനസ്സ് വിചാരിക്കണം. പക്ഷേ അതിനൊരു സുഖം വേറെയാണ്. നമ്മുടെ സ്വന്തം പറമ്പിലെ പൂ പറിച്ചിട്ട് നമ്മൾ നടുന്നതും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് ഓണം ആഘോഷിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ പൂവിന് ചിലപ്പോൾ വലിപ്പക്കുറവോ അല്ലെങ്കിൽ ഭംഗിയായിട്ടോ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നടാത്തത് കൊണ്ടുണ്ടായ കുറ്റങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. കാരണം ഇത് അടുപ്പിച്ചൊന്നുമല്ല നട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള പൂക്കളെല്ലാം ഇതിനകത്ത് കിട്ടുന്നത് പൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതാണ് പൂ കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് എടുക്കാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പൂ കുറവ്. നല്ലൊരു പൂമ്പാറ്റ ഇരുന്നിങ്ങനെ സുഖമായിരുന്നിങ്ങനെ തേൻ നുകരുന്നുണ്ട്. നമ്മളത് നുകർന്ന് കഴിഞ്ഞിട്ട് ആ പൂ എടുക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ആ പൂ എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പുറത്തെ ഞാൻ പറഞ്ഞ തൈ പാകിയത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ വിത്ത് മേടിച്ച് ഹൈബ്രിഡ് വിത്ത് പാകി മുളപ്പിച്ച് നട്ടതാണ്. ഇത് നമുക്ക് കുറച്ച് വൈകിപ്പോയെന്ന് പറഞ്ഞു.
ഇത് നമുക്കിപ്പം മുട്ട് വീണ് പൂക്കളായി വരുന്നേ ഉള്ളൂ. ഇത് പൂ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. പൂവായി വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സൈസ്, അതിൻ്റെ ഓരോ അല്ലികളുടെ വ്യത്യാസമൊക്കെ മനസ്സിലാവും. ഇതിലൊരാഴ്ച കൊണ്ട് നമുക്കിത് പോകും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റ് സാധാരണ നമ്മൾ ട്രെയിൽ മുളപ്പിച്ച തൈയിൽ നമുക്കൊരു 20 പൂവാണ് കിട്ടുന്നതെങ്കിൽ ഇതിനകത്ത് 80 മുതൽ 100 വരെ പൂവ് ഒരെണ്ണത്തെ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കതിൻ്റെ ബ്രാഞ്ചസ് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ചോട്. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് കുറേ തൈ നട്ടതാണ്. ഇത് കുറേ തൈ നട്ടതല്ല, ഒറ്റ തൈ നട്ടതാണ്. അടി മുതൽ ബ്രാഞ്ച് പൊട്ടി മുളച്ചു വരും. ഇതുണ്ടോ, എത്രയാ ബ്രാഞ്ചസ്. ഒരു തൈയിൽ നിന്ന് മുളച്ചു വരുന്ന ബ്രാഞ്ചിൻ്റെ എണ്ണം നോക്കൂ, എത്ര ബ്രാഞ്ചുകളായിട്ട് അത് മാറുന്നത് നോക്കൂ. ഇത്രയും ബ്രാഞ്ചുകളായിട്ട് മാറിയിട്ട് ഇതിലെല്ലാം പൂവുണ്ട്. മേളിലോട്ട് വരുമ്പോഴത്തേക്കും നിറച്ച് കമ്പുകളാണ്. 10-100ഓളം ബ്രാഞ്ചായിട്ട് ഇത് മാറുവാണ്. ഒറ്റ തൈ നട്ടത് 100ഓളം ബ്രാഞ്ചായിട്ട് മാറിയിട്ട് 100ഓളം പൂവാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒറ്റ ചെടിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് വിത്തിന് പൈസ കൂടുതലാണ് എങ്കിലും ഇതിന് പൂവിന് ഒത്തിരി പൂ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മറ്റതുപോലെ ഹൈറ്റ് വെക്കുന്നില്ല. പിന്നെ ഈ പൂ ഒത്തിരി കാലം നിൽക്കും. ഇതിൽ വിരിഞ്ഞു കഴിഞ്ഞാലും ഈ പൂ കുറേ കാലം ഈ പൂ ഈ ചെടിയെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ചെടി നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാലും പൂ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ കുറേ നാൾ അത് നിൽക്കും. ഇതുകൊണ്ട് ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. എത്രയാണെന്ന് നോക്കും. ഒരു ഇതിൽ നിന്നാണ് ഇത്രയും ഉണ്ടായതെന്ന് നോക്കും. അതുകൊണ്ട് അതിൽ വീണ്ടും പൊട്ടിമുളച്ച് ചെനപ്പുകൾ പുതിയത് വന്ന് ഒത്തിരിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പൂ ഏതായാലും നമ്മളൊരു 2-3 ആഴ്ച കൊണ്ട് ഇന്ന് നിറച്ച് പൂവായി കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാം. എന്തായാലും എല്ലാവർക്കും ഈ പ്രാവശ്യം സാധാരണ പൂവാണ് നമ്മൾ തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് നല്ലൊരു നമ്മുടെ പൂ തന്നെ അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് പൂ കൊണ്ടുകൊണ്ട് ഒരു പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റട്ടെ.